ഞാനിപ്പോൾ ആദ്യം കൈരളി ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം വി ഡി സതീശൻ്റെ ശകാരങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ഒരു മാധ്യമമാണല്ലോ. വി ഡി സതീശൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ നിന്ന് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് തട്ടിത്തടഞ്ഞു പോകുന്നത് കൈരളിക്കാരുടെ മുമ്പിലാണ്. കൈരളിയിൽ നിന്ന് 4 ചോദ്യം വരുമ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ പോയി, പിന്നെ അഹങ്കാരമാണ്, ധിക്കാരമാണ്. ഇപ്പം തന്നെ നിയമസഭയിൽ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ ഞങ്ങൾക്ക് എന്താ പരിപാടി ഇല്ല. ഇന്ന് യു ടേൺ അടിക്കുമ്പോൾ തൊണ്ടി സഹിതം വി ഡി സതീശനെ പിടിച്ചതാരാണ്? കൈരളിയാണ്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ 23-ാം തീയതിയിലെ പത്രസമ്മേളനം, അത് മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയ ശേഷം ആർമാദിച്ച്, ധനമന്ത്രിയായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം അർമാദിച്ച് പ്രതിപക്ഷ മാധ്യമങ്ങളെല്ലാം ആണ്ട് വിളിച്ച് പൂണ്ട് വിളയാടിയ സതീശൻ. ആ പൂണ്ട് വിളയാടിയ സ്ഥലത്താണ് കൈരളി ചോദിച്ചത് എന്താണ് സ്വകാര്യവൽക്കരണത്തിന് നയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊതുമേഖലയെ കൊണ്ട് വല്ലതും ഈ അപൂർവ ധാതുക്കളുടെ ഖനനം വല്ലതും നടക്കുമോ? അതിന് കാശുണ്ടോ? അതുകൊണ്ട് സ്വകാര്യവൽക്കരിക്കും, നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയമെന്ന് കൈരളിയോട് പറഞ്ഞെന്ന്. അതാണിപ്പോൾ ഇവിടെ ആദ്യം കേട്ടത്. അതിന് ബാക്കി കേട്ടാൽ പറയാം, നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയം. അതിൽ നിങ്ങൾ ചോദ്യം ചോദിച്ച കൈരളിയാണ്. ഇപ്പം എന്തായി? നിയമസഭയിൽ വന്നപ്പോൾ ആ നയം പൊതുമേഖലയിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് തെളിച്ചു പറഞ്ഞില്ലെങ്കിലും സ്വകാര്യവൽക്കരണം ഞാൻ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന നുണ ആവർത്തിക്കേണ്ടി വന്നു.